ഹായ് ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ലിബർട്ടി തിയേറ്ററിൻ്റെ മുന്നിലാണുള്ളത്. കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന ഫിലിമിൻ്റെ പ്രിവ്യൂ ഷൂട്ടാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചനയുടെ പ്രിവ്യൂ ഷോ പോയി നിൽക്കുകയാണ്. നമുക്ക് ഫീഡ്ബാക്ക് ചോദിച്ചറിയാം. സാർ, മൂവിനെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ സൂപ്പർ. ബിഗ് സ്ക്രീനിൽ തന്നെ ഇത് കളിക്കണം. ഡയറക്ഷൻ സാറിനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല എക്സ്പീരിയൻസ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. ബാക്കി എല്ലാവരും പറയട്ടെ. ഓക്കെ, ചിത്ര ചേച്ചി മാമിനോട് ചോദിക്കാം, എന്തുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ്. നമ്മുടെ ചുറ്റും കാണാൻ പറ്റും ഇതുപോലെ കല്യാണം കഴിക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ പ്രതിനിധീകരിച്ചിട്ടുള്ള നമ്മുടെ ഇവരുടെ സിജോട്ടൻ ചെയ്തൊരു മൂവി. നല്ല മേക്കിങ് നന്നായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? ഓക്കെ, നമ്മുടെ സിനിമയുടെ നായകനാണ്. ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എക്സ്പീരിയൻസ്? നല്ല സന്തോഷം തോന്നി. അതെ, ബാക്കി നിങ്ങളല്ലേ പറയേണ്ടത്. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി ഒരു അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായും പോകും. ശരി, എങ്ങനെ ഉണ്ടായിരുന്നു മൂവിനെ പറ്റിയിട്ടുള്ള? നല്ല പടം, നമ്മൾ വർക്ക് ചെയ്ത പടം. ഓക്കെ, ഒരു രക്ഷയില്ല, പൊളി. നല്ല പടം, നല്ല സ്ക്രിപ്റ്റാണ്. പിന്നെ സംഭാഷണങ്ങളൊക്കെ, ഡയലോഗ്സൊക്കെ നല്ല വെർത്താണ്, നല്ല ഡെപ്തുള്ള സംഭാഷണങ്ങളാണ്. എനിക്ക് നന്നായിട്ട് അതാണ് വർക്കായിട്ടുള്ളത്. അടിപൊളി. പിന്നെ കോമഡിയൊക്കെ സൂപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. ടോട്ടൽ ഓൾ ഓവർ ആ ഡയറക്ഷൻ എല്ലാം സൂപ്പറായിട്ട്. ഓക്കെ, ഇത്രയും നല്ല എക്സ്പീരിയൻസ് വേറെ കിട്ടാനില്ല. മൂവിനെ പറ്റി നല്ല പെർഫോമൻസ്, ലേഖമൊന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? നല്ല പടമാണ്. അതെ, ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ നന്നായിട്ട്. നമ്മൾ ഫസ്റ്റ് വർക്ക് എന്നുള്ള നിലയിൽ മൊത്തം ടീമിന്റെ ഫസ്റ്റ് വർക്ക് കൂടുതൽ ആൾക്കാർ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയാൽ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോവില്ല? ഇല്ല, നമ്മൾ അങ്ങനെ സിനിമ നിൽക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ നല്ല നല്ല എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ കളിക്കപ്പെട്ട് കാണപ്പെടേണ്ട സിനിമയാണുള്ളൂ. അതാണ് പറയാം. എല്ലാവരും ഇതിനൊക്കെ അതിൻ്റെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, അല്ലെ എല്ലാ ആർട്ടിസ്റ്റ് ലെവൽ എല്ലാവരും, എൻ്റെ എനിക്കറിയില്ല, ബാക്കിയുള്ള പെർഫോമൻസ് എല്ലാം നന്നായിട്ട്, വളരെ ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? സൂപ്പർ 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 സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? അടിപൊളി, എല്ലാവരും നല്ല സൂപ്പറായി. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല മൂവിനെ പറ്റി കുറച്ച് സൂപ്പറായിരുന്നു. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി സൂപ്പർ, അടിപൊളി മൂവി. ഓ, നമ്മുടെ നായിക എങ്ങനെ ഉണ്ടായിരുന്നു? മൂവിനെ പറ്റി ഒരു 1.5 മണിക്കൂർ പോയതായിരുന്നു. എല്ലാം കൊണ്ട് മൂവിനെ പറ്റി രണ്ടുപേർക്ക് അടിപൊളി. ഓക്കെ, മൂവിനെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ? വളരെ ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് എങ്ങനെ? ഇതിലാണ് വേഷം ക്യാരക്ടർ റോള് കൂടുതൽ കിട്ടിയത്. ഞാൻ കുറേ വേറെ സിനിമയിൽ ഉണ്ടായിരുന്നു, എന്നാലും കൂടുതൽ അങ്ങോട്ട് ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഉണ്ട്. ഉണ്ട്, അങ്ങോട്ട് ചാൻസ് വന്നിട്ടുണ്ട്. ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട്. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? അടിപൊളി, ഇഷ്ടമായി. നല്ല നാട്ടിലായിരുന്നു. മൂവിനെ പറ്റി രണ്ടു വാക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കഥ. അടിപൊളി. മൂവിയിലെ നല്ല എക്സ്പീരിയൻസ് ആണ്.
സ്ക്രീനിൽ കണ്ടപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ്. നല്ല മൂവി. നല്ലൊരു സിനിമയാണ്. ഇനിയും ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ വളർന്നു വരട്ടെ. ഇവിടെ നല്ല ഫിലിം മേക്കേഴ്സ് ഉണ്ട്. തരുണേട്ടനാണെങ്കിൽ ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള കുറേ പേര് കണ്ടതും എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് എന്നും വരട്ടെ. നല്ലൊരു സിനിമ. ഇങ്ങനെയുള്ള ഇങ്ങനത്തെ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങിയ ആൾക്കാരൊക്കെ കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയട്ടെ എന്നാണ് ഞാൻ പറയുക. കാരണം കുറേ ഫിലിം മേക്കേഴ്സ് ഉണ്ട് നല്ല കഴിവുള്ള. ഇപ്പോൾ ജിതിനേട്ടനൊക്കെ ആണെങ്കിൽ ശരിക്കും ഇതിനപ്പുറം ചെയ്യേണ്ട ഒരാളാണ്. ഇനിയും നല്ല നല്ല വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് റിസോഴ്സസിൻ്റെ നമുക്ക് എല്ലാത്തിലും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതിനെയൊക്കെ ഒരു പ്രൊമോട്ട് ചെയ്യാൻ ഇനിയും ടാലൻ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. മലയാള സിനിമ എല്ലാം ഇപ്പം പാൻ ഇന്ത്യ സിനിമ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലയാളം സിനിമ, കേരളം, അങ്ങനെ നമ്മളിപ്പം ഡിവൈഡ് ചെയ്യുന്നില്ല. കോളിംഗ് ആസ് എ പാൻ ഇന്ത്യൻ സിനിമ. സോ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. എന്നും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വളർന്ന് നല്ല തിയേറ്ററിലേക്കല്ല ഈ സിനിമകൾ ഇറങ്ങട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് സിനിമ. ഒരുപാട് നല്ല കലാകാരന്മാർ ഇതിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ശരിക്കും എല്ലാവരും കലാകാരന്മാരും അതിലൂടെ ജീവിക്കുകയായിരുന്നു. നന്നായിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. മൂവിയിലെ മുഖ്യ കഥാപാത്രം പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്ക്രീനിങ്ങിൽ എനിക്കിത് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ മുന്നേ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരുപക്ഷെ OTT പ്ലാറ്റ്ഫോമുകളോടാണ്. നമ്മളൊരു സിനിമ സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അത് കാണുവാനുള്ള ഒരു ഇതെങ്കിലും കാണിച്ചിട്ട് അത് വേണോ വേണ്ടിയോ എന്ന് അവർക്ക് തീരുമാനിക്കാമെന്നുള്ള ഒറ്റ കാര്യം പറയാനുള്ളൂ. വെച്ചാൽ ചെറുതായാലും സിനിമയായാലും സിനിമയ്ക്ക് പിറകിലുള്ള കഷ്ടപ്പാട് സെയിമാണ് ഒരു പരിധി. എല്ലാ സിനിമയ്ക്കും ക്യാമറയും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ഒക്കെ കഷ്ടപ്പെടുന്നു. സോ ആ കഷ്ടപ്പാടുകളെ മാനിക്കാനുള്ള ഒരു ഇതെങ്കിലും നമ്മുടെ OTT തിയേറ്ററിക്കലൊക്കെ നമ്മൾ പറയുന്നില്ല, തിയേറ്റർ അതിൻ്റെതായ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ OTT പ്ലാറ്റ്ഫോമിൽ അത് കാണാനുള്ള ഒരു സന്മനസ് കാണിക്കണം എന്ന് ഈ അവസരത്തിൽ പറയുന്നു. അപ്പോൾ എന്തായാലും കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞങ്ങളെന്തായാലും ഇതിനോടെ നിർത്തുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഞങ്ങളുടെ ഡയറക്ടറും ബാക്കിയുള്ളവരൊക്കെ പുതിയ പടങ്ങളായിട്ട് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു. കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന മൂവിയിലെ ഡയറക്ടറും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറുമാണ് നമ്മുടെ കൂടെയുള്ളത്. പിന്നെ അതിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള അപ്പം നമുക്ക് അഭിപ്രായം ചോദിച്ചറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഈ പടം ചെയ്യുന്ന ഏകദേശം ഒരു 5 വർഷം മുന്നാണ് ഇതിനെപ്പറ്റി ഉള്ള പ്ലാനിങ് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സ്റ്റോറി സിജിനാട്ടൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യുക, ഒരു ചെറിയ സ്റ്റോറി. അപ്പോൾ സ്റ്റോറി കേട്ടപ്പോൾ ഏകദേശം ഒരു 1 hourന് മുകളിലുണ്ട്. അങ്ങനെയാണ് ഫീച്ചർ ഫിലിം എന്ന രീതിയിലേക്ക് നമ്മളെ ചിന്ത പോകുന്നത്. അങ്ങനെ നമ്മളിതിനു വേണ്ടി വർക്കൗട്ട് ചെയ്തു. ഏകദേശം ഒരു 2 years മുന്നേ നമ്മളെ ഷൂട്ട് കംപ്ലീറ്റ് ആയി. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ ഒരുപാട് അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ലാണ്ട് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ബജറ്റിൽ, മീൻസ് ഈ ഇങ്ങനെ ഒരു ബജറ്റിൽ ഇതേപോലെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. എന്ന് വെച്ചാൽ അത്രയും വൈഡായിട്ടുള്ള കണ്ണൂർ ഏരിയയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നമ്മൾ ആക്ടേഴ്സ് ഏകദേശം 100-നടുത്ത് ക്യാരക്ടർ റോൾ തന്നെ, ഡയലോഗ്സ് ഉള്ള ക്യാരക്ടേഴ്സ് തന്നെ ഏകദേശം 100-നടുത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഒരുപാട് ആൾക്കാർ ആദ്യമായിട്ട് ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവരെ തന്നെ നമ്മൾ ഇത് അഭിനയിക്കുകയാണെന്ന് തോന്നാതെ അത്രയും റിയാലിറ്റിയിൽ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് നമ്മൾ അതിനുവേണ്ടി ഒരുപാട് എല്ലാ സിനിമയായാലും നമ്മൾ ഒരുപാട് ടാസ്കുകൾ ഇത് കടന്നിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഈ പടം കംപ്ലീറ്റ് ആയിട്ടുള്ളത്. കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് റിലീസ് എങ്ങനെ വേണം, OTT പ്ലാറ്റ്ഫോംസും മറ്റ് തിയേറ്ററും അങ്ങനത്തെ സംഭവങ്ങളിലേക്കുള്ള തിയേറ്ററിലേക്കെല്ലാം പോകണമെങ്കിൽ ഇനിയും ഒരുപാട് ചിലവുണ്ട്. അപ്പോൾ അത് നടക്കും തോന്നുന്നില്ല. OTT പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ അവർ സ്റ്റാർ വാല്യൂ അതുപോലത്തെ തിയേറ്റർ റിലീസ് അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ OTTയും നടക്കൂ. അപ്പോൾ ഇതൊന്നും നടന്നില്ലേ നമുക്കിപ്പോൾ യൂട്യൂബിലോ മറ്റോ നമ്മുടെ പടം റിലീസ് ചെയ്യേണ്ടി വരും. എന്തായാലും ഈ ഒരു വിഷു ആകുമ്പോഴേക്കും നമ്മൾ ഒരു ഈ OTT പ്ലാറ്റ്ഫോംസ് ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് റിലീസ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ എല്ലാവരും കാണുമോ അഭിപ്രായം പറയാം. ഇത് എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെ. ജിതിനാണ് എന്നെ ഈ മൂവിയിലേക്ക് സജസ്റ്റ് ചെയ്തത്. ആദ്യം ഒരു ആക്ടർ എന്ന രീതിയിലാണ് എന്നെ വിളിച്ചത്. പക്ഷേ എനിക്ക് നല്ലൊരു പോസ്റ്റും കിട്ടി, അസിസ്റ്റൻ്റ് ഡയറക്ടർ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ ബജറ്റ് ഏറ്റവും കുറവായതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒന്നിലധികം കാര്യങ്ങൾ ഒരു ആൾ തന്നെ ചെയ്യേണ്ടിയിരുന്നത്. അതായത് പ്രൊഡക്ഷൻ കൺട്രോളർ, ഈ പറഞ്ഞ പോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഇവർ അരുണും അതുപോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അതുപോലെ ആർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടത്. അത് എത്രയും ബജറ്റ് കുറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു മൾട്ടി ടാസ്ക് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. മീൻസ് വലിയൊരു പടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സിംഗിൾ ജോബായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി അടുത്തൊരു പടലിൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നന്നാക്കാൻ പറ്റുന്ന വിശ്വസിച്ചു. കാണുമ്പോൾ ഓ ഷുവർ, ഭയങ്കര അറിയാനില്ല.